ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുമല്ലേ ഗൈസ്? സുഖമായിട്ടിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് വന്നിട്ട് നിങ്ങൾ തമിഴിൽ കണ്ടു കാണും എന്തുവാണ് ഈ വീഡിയോ എന്ന്. ഞങ്ങളുടെ ദക്ഷൂട്ടൻ്റെ ഫസ്റ്റ് ട്രിപ്പാണ് ഗൈസ്, ഫസ്റ്റ് റോഡ് ട്രിപ്പാണ്. ദക്ഷൂട്ടന് മാത്രമല്ല, എനിക്കും ഭയങ്കരമായിട്ട് ഞാൻ ക്രേവ് ചെയ്തിരുന്ന ഒരു ട്രിപ്പാണ് ഗൈസ്. കാരണം പ്രഗ്നൻസി സ്റ്റാർട്ടിങ് തൊട്ടേ എനിക്ക് ട്രിപ്പ് പോകണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഓരോന്ന് കഴിയുമ്പോൾ ഓരോ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരുന്നു. അതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല, അതാണ് സത്യം. അപ്പം ഇപ്പോഴാണ് ഞങ്ങൾക്ക് എല്ലാ അവസരങ്ങളും ഒത്തു വന്നത്. അങ്ങനെ ഞങ്ങൾ ഒന്നും നോക്കിയില്ല, ഒറ്റ മൈൻഡിൽ പോകുന്ന ട്രിപ്പാണ് ഗൈസ് ഇത്. അപ്പം ട്രിപ്പിൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം. നമ്മൾ എന്തിനാ കുട്ടിക്കാലത്ത് തോന്നേ? അതെ ഗൈസ്, അഞ്ജുവിന് ഇതാ വിശന്ന് കുലുങ്ങിയിരിക്കുന്നു. മന്തി മാത്രമേ കഴിക്കത്തുള്ളൂ വാശിയിലാണ് ഇരിക്കുന്നത്. മന്തി മാത്രമേ കഴിക്കത്തുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. ഇങ്ങനൊരു ജീവിയെ കൊണ്ടാണ് ഗൈസ് ഞങ്ങൾ പോകുന്നത്. രക്ഷി കിടന്ന് ഉറങ്ങുന്ന കാണണം ഗൈസ്. വല്ലതൊക്കെ തിന്നിട്ട് കിടന്നുറങ്ങും ഗൈസ്. കുഴിമന്തി കട കിട്ടിയിട്ടില്ല ഇതുവരെ. സമയം ഇപ്പോൾ 1:15 കഴിഞ്ഞിരിക്കുകയാണ്. അഞ്ച് സ്റ്റിൽ വെയിറ്റിംഗ്. അവസാനം 5 പറയുന്ന കുഴിമന്തിയും വേണ്ട, ഒന്നും വേണ്ട, എനിക്ക് എന്തെങ്കിലും മതി. ഗൈസ്, ഫുഡ് കഴിക്കാൻ വന്നിരിക്കുവോ ഗൈസ്? ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അഞ്ജുവിന് മന്തിക്ക് ബിരിയാണി കഴിച്ച് കഴിഞ്ഞപ്പോ മന്തിക്കട കണ്ട് വിഷമത്തിരിക്കും. Kinder girl. This girl. ഭാവിക്ക് നമ്മളുടെ ആ ചെവി അടയ്ക്കാതിരിക്കാൻ തൊപ്പി കെട്ടി കൊടുത്തിരിക്കുകയാണ്. നമ്മളങ്ങനെ ഫൈനലി ഇതാ നമ്മുടെ റിസോർട്ടിലെത്തിയിരിക്കുകയാണ് ഗായ്സ്. അപ്പം സംഭവം നല്ല അടിപൊളി വൈബാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ഒരു ആംബിയൻസും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ഫസ്റ്റ് തന്നെ ഇവിടെയൊക്കെ ഇറങ്ങി ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തു ഗൈസ്. നല്ല ഭംഗിയുണ്ട്. വ്യൂ പോയിൻ്റ് ആണെങ്കിലും എല്ലാം നല്ല കിഡിലായിട്ടുണ്ടായിരുന്നു. ഞാൻ വഴിയെല്ലാം കാണിച്ചു തരാം. ഇതാണ്ട് ഞാൻ റൂമിലോട്ട് കയറുവാണ് ഗൈസ്. റൂമിൽ എല്ലാവരും നിൽപ്പുണ്ട്. എന്നാലും ഞാൻ റൂമൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഗൈസ്. റൂമിനകത്ത് നല്ല രസമുണ്ട്. ടി വി എല്ലാം ഉണ്ട്. എല്ലാ കാര്യങ്ങളും അത്യാവശ്യം ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് ഗൈസ് റൂമിനകത്ത്. നമ്മുടെ വാവ ഇവിടെ വന്ന് കിടക്കുവാണ് ഗൈസ് കട്ടിലിനകത്ത്. കുറേ നേരമായിട്ട് അവൻ കാറിൽ തന്നെ ഇരിക്കുകയല്ലായിരുന്നു. അപ്പോൾ അവന് കിടത്തിയപ്പോഴാണ് കുറച്ചൊന്ന് ഒരു ആശ്വാസമായത്. പിന്നെ ഈ റൂമിൽ നിന്ന് പുറത്തോട്ടിറങ്ങുകയാണെങ്കിൽ നല്ല വ്യൂ ആണ് ഗൈസ്. അടിപൊളി വ്യൂ ആണ്. തൊട്ടപ്പുറത്ത് തന്നെ ഇൻഫിനിറ്റി പൂളുണ്ട്. അവിടെ ആളുണ്ടായിട്ട് ഞാൻ പിന്നീട് കാണിച്ചു തരാം.
അപ്പം സംഭവം കിടിലമാണ് ഗൈസ്, നല്ല രസമുണ്ടായിരുന്നു. ചായ ഇടാത്ത ആളാണ്, ഇവിടെ വന്നിട്ട് ചായ ഉണ്ടാക്കി കുടിക്കുന്നു. രക്ഷോട്ടൻ്റെ ആ വ്യൂ ഒക്കെ എൻജോയ് ചെയ്യുവാണ്. അവനിങ്ങനെ കണ്ണത്തുള്ളിരുന്ന് സംഭവം ഇതൊന്നും മനസ്സിലാവുന്നില്ല, എന്നാലും അവനെല്ലാവരും ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. രക്ഷോന്റെ ഫസ്റ്റ് ട്രിപ്പാണ് ഗൈസ്, ഞാൻ എന്റെ ഫസ്റ്റ് ട്രിപ്പാണ് ഗൈസ്. ഫസ്റ്റ് ട്രിപ്പ് പേടിക്കണ്ടെന്ന് ഫുഡ് ചോദിക്കുമ്പോഴേ കൊണ്ടാക്കും. രച്ചുകുട്ടാ, ചക്കര മോനെ, ആ ഫോൺ കണ്ടാ നോക്കിക്കൊണ്ടിരിക്കണം കേട്ടാ. ആ സോക്സൊക്കെ ഇട്ട് ഞങ്ങൾ പുറത്തോട്ടൊന്ന് നടത്താൻ കൊണ്ടുപോകാൻ പോവാണ് ഗൈസ്. രക്ഷൻ്റെ സോക്സ് ഞാൻ എടുത്ത് വെച്ചില്ലായിരുന്നു, അപ്പം നമ്മൾ ഇവിടുന്ന് മേടിച്ചതാണ് ഗൈസ്. ഇവിടെ കിടുക്കാച്ചി ആംബിയൻസ് ആണ് ഗൈസ്, അടിപൊളിയാണ്. ഞാനും അമ്മയും കൂടെ പുറത്ത് വന്ന് ഇവിടെ നിൽക്കുക. നടക്കാമെന്ന് വിചാരിച്ച്. ഞങ്ങളുടെ പുറമെ ഒരു പട്ടി ഞങ്ങളെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട് ഗൈസ്, എന്തോന്നറിയത്തില്ല. ഒരു പട്ടി തോ നിങ്ങക്ക് കാണാതോ, കണ്ടോ ഗൈസ്, പട്ടി ഞങ്ങളെ ഇട്ടിട്ട് തിരിച്ചു പോയി ഗൈസ്. എങ്ങോട്ട് നമ്മൾ ആ സ്ഥലം എക്സ്പ്ലോർ ചെയ്യണം ഗൈസ്. അങ്ങനെ ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങിയിരിക്കുകയാണ് ഗൈസ്. വേറെ വഴിയില്ലെന്ന് തോന്നുന്നു ഗൈസ്. നമുക്ക് ഈ മൂന്നാർ തോട്ടത്തിന്റെ ഇടയ്ക്ക് നിൽക്കാം. പോവാൻ നമുക്ക് വേണമെങ്കിൽ. ദക്ഷിണ ഞങ്ങൾ റിസപ്ഷനകത്തോട്ട് കയറ്റിയപ്പോൾ അവൻ ഭയങ്കര കരച്ചിലായിരുന്നു. അത് എനിക്കൊന്ന് പുറത്തെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു കേട്ടോ. അതിപ്പോൾ ഇരിക്കുന്നുണ്ടോ, ഒരു അനക്കവും ഇല്ല, എല്ലാം നോക്കി നിരീക്ഷിച്ചോണ്ടിരിക്കുക. ചാടുന്ന സാധനം കണ്ട് 5 ചാടാൻ പോവാ. കേട്ടു ഇതെന്നാ പൊട്ടിയെന്നാ വീഴു, ഊരണമായിരിക്കും. കേറ്. എനിക്ക് പേടിയാവുന്നു കണ്ടിട്ട്, തുരുമ്പൊക്കെ അടിച്ചിരിക്കുന്നു. അവിടുന്ന് നിന്നൊക്കെ പൊട്ടിയിരിക്കുന്നു കേട്ടോ. കേറി കേറി ഞാനുണ്ട് ധൈര്യമായിട്ട്. അത് ചീവിടല്ലേ? വെക്കങ്ങോട്ട് മോളെ, വേലത്തൊക്കെ നിപ്പിക്കല്ലേ. തിരിച്ച് റൂമിലോട്ട് വന്നിരിക്കുവാണ് ഗൈസ്. തുറക്ക്. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ അതിന്റെ. നൈറ്റിലൊരു വ്യൂ കാണാം നമുക്ക്. ഇവിടുത്തെ ഇരുട്ടിയിട്ടുണ്ട്, അത്യാവശ്യം കാറ്റും മഴയൊക്കെ ഉണ്ട്. പൂളിൽ ഇപ്പോഴും ആൾക്കാരുണ്ടെന്നാണ് തോന്നുന്നത്. നല്ല രസമുണ്ടല്ലേ, കിട്ടിലും തണുപ്പാണ്
പിന്നെ ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയായിരുന്നു ഞങ്ങൾ കഴിച്ച ഫുഡ്. ഫ്രൈഡ് റൈസും ചിക്കൻ ഫ്രൈയും പൊറോട്ടയും ബീഫ് കറിയും ഒക്കെ ആയിരുന്നു. പൊറോട്ട വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല, പക്ഷേ ഫ്രൈഡ് റൈസ് എനിക്ക് ഇഷ്ടപ്പെട്ടു, അടിപൊളിയായിരുന്നു. പിന്നീട് രാത്രിയൊക്കെ ആയപ്പോൾ ഞങ്ങളിതാ പുറത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഒന്ന് ചില്ല് ചെയ്യാനായിട്ട്. നല്ല തണുപ്പുണ്ടായിരുന്നു ഗൈസ്. പിന്നെ അഞ്ജു അനുജനും കൂടെ പാട്ടൊക്കെ വെച്ച് ഡാൻസൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഗൈസ് പിന്നെ നമ്മൾ മേടിച്ച കിൻഡർ ജോയ് അഞ്ജുന് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ അത് പൊട്ടിച്ച് തിന്നുവാണ് ഗൈസ്. അതിനകത്ത് എന്തോന്ന് സംഭവം എന്നൊക്കെ അറിയണം. അപ്പോൾ അതൊക്കെ ടോയ് എന്തോന്നൊക്കെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ. ഗായ്സ് രാത്രി ആയപ്പോൾ 2 കണ്ണും തള്ളി എണീറ്റിരിക്കുകയാണ്. ഇത്രയും നേരം കിടന്നുറങ്ങിയിട്ട്. വാവക്കിട്ടാ ചക്കര പൊന്നേ. അങ്ങനെ അടുത്ത ദിവസം രാവിലെ ഗൈസ് ദച്ചൂട്ടനെ ഉണർത്താനുള്ള ശ്രമത്തിലായിരുന്നു ഞാൻ. പക്ഷെ ഉണരുന്നില്ല. അങ്ങനെ ഞാൻ പിന്നെ പുറത്തോട്ട് പോയി പുറത്ത് വ്യൂ ഒക്കെ ഒന്ന് കാണിച്ചു തരാം ഗൈസ്. രാവിലെ നല്ല ഭയങ്കര തണുപ്പില്ലെങ്കിലും അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ട്. മഴ പെയ്തിട്ടുണ്ടായിരുന്നു തോന്നുന്നു. ഇവിടെ നോക്കിയാൽ നമുക്കിതാ വെള്ളച്ചാട്ടം കാണാൻ. കണ്ട നല്ല അടിപൊളി വെള്ളച്ചാട്ടം. ഒരു മിനിറ്റ്. ഹായ് ഡച്ചു എണീറ്റല്ലോ. ദശൂട്ടൻ്റെ ഫസ്റ്റ് ട്രിപ്പ് എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? കൊള്ളാവോ? ഫോൺ കണ്ട അപ്പം ചിരിക്കും കേട്ടാ. ദശൂട്ടൻ്റെ ഫസ്റ്റ് ട്രിപ്പ് എങ്ങനെയുണ്ട്? ഗായ്സ് അപ്പോൾ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ് ഗായ്സ്. നമുക്ക് കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് ഗൈസ്. അപ്പോൾ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാ. എന്തോന്നും അറിയത്തില്ല. എന്തിനു മാറുന്നു? ഷൂസൊക്കെ 10 വരെ കാണിക്കണം, അല്ലെങ്കിൽ രസമില്ല. ഇത് വയറിലാവും. ഫോൺ കണ്ടാ പിന്നെ ഇതിനകത്തോടെ നോക്കത്തുള്ളൂ. സാർ ചിരിക്കാന്ന് അമ്മ സിനിമയിലെടുക്കുന്നു. അച്ഛൻ്റെ കാലെല്ലാം കാണും കേട്ടാ. കുഴപ്പമുണ്ടോ? കാറ്റാണോ മഴയാണോ? എന്റെ സ്വർണ്ണമ്മേ തങ്കമ്മേ നിങ്ങളെ ഓടേ ഞാൻ വരാടേ. അത് കഴിഞ്ഞ് ഞങ്ങളിതാ സ്വിമ്മിങ് പൂളിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം പിന്നെ അവിടെ ആയിരുന്നു ഗൈസ്. കൊള്ളായിരുന്നു. ഗൈസ് ഞങ്ങൾ പോവുകയാണ്. ബൈ ഗൈസ്. ആ
ഗൈസ് പിന്നെതാ ഞങ്ങൾ ഇവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട്. ഇവിടെ നല്ല വ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. റോഡിൻ്റെ നടുക്ക് നിന്നാട്ടാ. മതി വണ്ടിയൊക്കെ വരും. ഗൈസ് ഞങ്ങൾ ഫൈനലി ഇതാ മന്തിക്കട കണ്ടുപിടിച്ച് മന്തിക്കടയിൽ എത്തിയിരിക്കുകയാണ്. അഞ്ജുവിന് മന്തി വേണമെന്നുള്ള അവളുടെ ആഗ്രഹം ഞങ്ങൾ സബലീകരിച്ച് കൊടുത്തിരിക്കുകയാണ് ഗൈസ്. ഞങ്ങളിതാ മന്തിയൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ ഇതാ ഇത് കണ്ടിട്ട് ഇവിടെ നിർത്തിയതാണ്. തൊട്ടടുത്തൊരു ചായക്കടയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നൊരു ചായയൊക്കെ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഞാൻ ചായ കുടിക്കത്തില്ല, ബാക്കി എല്ലാവരും ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ദാ ഈ മുട്ട ബജ്ജി കഴിച്ചു. എന്നിട്ട് കുറച്ച് നേരം അവിടെയൊക്കെ നിന്നിട്ടാണ് ഗൈസ് ഇറങ്ങിയത്. ദശുക്കുട്ടൻ ഫ്രണ്ട് സൂസിക്കുട്ടി. ഒരു വണ്ടി ഒന്ന് കയറിയാൽ പിന്നെ ഗൈസ് ട്രിപ്പ് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തിയിരിക്കുകയാണ്. പിന്നീട് വണ്ടി കയറിയിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വന്നതാണ് ഗൈസ്. അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഗൈസ്.